തലശ്ശേരിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണു അടച്ച് പറയുന്ന ഒരു സ്ഥലമാണ് കടൽപ്പാലം. പണ്ട് ഈ കടൽപ്പാലത്തിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂരാണെങ്കിൽ തന്നെ എൻ്റെ വീട് അങ്ങ് പറശ്ശിനിയാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തട്ടത്ത് മറയത്തെ സിനിമയിലാണ്. അന്നേരം മുതൽ ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, കടൽപ്പാലം ഇപ്പം ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് അതിൻ്റെ ഈ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ കൊണ്ട്. പക്ഷേ സംഭവം ഇതിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കാൻ നല്ല ഒരു വൈബാണ്. ഇവിടെ നല്ല കടൽക്കാറ്റും കൊണ്ട് ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടെല്ലാം ഉണ്ട്. അവിടെ നിന്ന് നല്ല ചായയും ചൂടുള്ള എന്തെങ്കിലും കടിയും ഒക്കെ വാങ്ങിയിട്ട് കഴിക്കാനും ഈ കടലിൻ്റെ തിര ഇങ്ങനെ വരുന്നത് വെറുതെ എണ്ണി നോക്കിയിരിക്കാനുള്ള നല്ല രസമാണ്. പൊതുവേ നമ്മൾ രാത്രിയാണ് ഇവിടെ വരാറ്. രാത്രി കുറച്ചുകൂടി ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ ഒരു ഈവനിങ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സൂര്യനിൽ അസ്തമിക്കാനായിട്ടുള്ള സമയത്ത് ഈ ആകാശത്തിനെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ്. സംഭവം ഞാനിങ്ങനെ ഈ പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ താഴത്തെ ഭാഗം നിങ്ങൾ നോക്കിയേ, ഒരുമാതിരി പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള നാട്ടിലുള്ള ആൾക്കാരെല്ലാം, നമ്മൾ നോർത്തിലുള്ള ആൾക്കാരെല്ലാം ഒരുപാട് നമ്മൾ കുറ്റം പറയുന്നുണ്ടല്ലോ, നമ്മൾ അവരുടെ വൃത്തിയില്ല കാര്യങ്ങളില്ല എന്ന്. പക്ഷേങ്കിൽ നമ്മളെ ഒരു ഹൈജീൻ നോക്കിയേ, ഇവിടെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ട് ഈ ഒരു കടലിലോട്ടേക്ക് ഇത്രയും സാധനങ്ങൾ ഇടണമെങ്കിൽ നമ്മളൊരു സിവിക് സെൻസ് എന്തായിരിക്കും? ഞാൻ പൊതുവേ എത്ര ദൂരെയാണെങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റ് തന്നെ ഇടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇമാതിരി ഈ പരിപാടി കണ്ട സമയത്ത് ഒന്ന് പറയണം തോന്നി. ഒരിക്കൽ തോന്നി ഇതെല്ലാം നോക്കാനും റെഗുലേറ്റ് ചെയ്യാനെല്ലാം എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടാക്കിക്കൂടേന്ന്, ആരെങ്കിലും നോക്കി അതിന് വല്ല പിഴയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈടാക്കിക്കൂടേന്ന്. പിന്നെ എനിക്ക് തോന്നി എന്നാണ് വേറൊരാൾ നോക്കേണ്ട കാര്യം? നമ്മളെ നാട്ടിലെ നമ്മളെ സ്ഥലങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ ആരെങ്കിലും വരണം? ഇത്രയും സാക്ഷരത ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർ എപ്പോഴാണ് ഈ ശീലങ്ങളെല്ലാം പഠിക്കുക?